നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റന്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. സുഹൃത്തുക്കളെ, ഞങ്ങളുടെ ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നുള്ള ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സംബന്ധമായ സംശയങ്ങൾക്ക് സമയലഭ്യതയ്ക്കനുസരിച്ച് ആൻസർ നൽകുന്നതാണ്, സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. അതേപോലെ തന്നെ ദിവസവും 1-2 അതിൽ കൂടുതലോ സക്സസ്ഫുള്ളായ ട്രേഡുകളുടെ സജഷൻ നൽകാറുണ്ട്. അതുപോലെ മറ്റ് ട്രേഡിംഗ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ജനറൽ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പുണ്ട്, ആഫ്റ്റർ ഓപ്ഷൻ പെയ്ഡ് എന്നാണ്. ഇതിൽ ഞങ്ങൾ ദിവസവും സക്സസ്ഫുള്ളായ 4-5 സിഗ്നലുകൾ സജഷൻ ചെയ്യാറുണ്ട്, നോ റെക്കമെൻഡേഷൻ. താല്പര്യമുള്ളവർക്ക് ഞങ്ങളുമായി സംസാരിച്ച് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ആഫ്റ്റർ ഓപ്ഷൻ കമ്മോഡിറ്റി എന്നുള്ള മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഇതിൽ ഞങ്ങൾ സ്റ്റോക്ക് ഓപ്ഷനും അതുപോലെ തന്നെ കമ്മോഡിറ്റി സംബന്ധമായ നാച്ചുറൽ ഗ്യാസ്, അതേപോലെ തന്നെ ക്രൂഡ് ഓയിൽ, സിലോമാക്കി തുടങ്ങി കമ്മോഡിറ്റി സിഗ്നൽസാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. അതും 90% സക്സസ് ആണ്. ഞങ്ങളുടെ എല്ലാ സജഷനുകളും 90% സക്സസ് ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ തന്നെ ഞങ്ങൾക്ക് മറ്റൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ആഫ്റ്റർ ഫോറക്സ് എന്നാണ്. ഫോറക്സ് സംബന്ധമായ ചാനലാണത്. ഇതിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങളുടെ റെഫറൽ ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് അതിൻ്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഇതിൽ ഫോറക്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക്കില്ല. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ പോലെ ഒരു SL ഹണ്ടിങ്ങോ അതുപോലെ തന്നെ പ്രീമിയം DK അതുപോലുള്ള യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ ഒരു $2 അല്ലെങ്കിൽ $1 നമുക്ക് പ്രോഫിറ്റായി ബുക്ക് ചെയ്ത് ഒരു 10-20 ട്രേഡ് എടുത്താലും ഇതിൽ വലിയ ബ്രോക്കറേജ് പോകുന്നില്ല. നമുക്ക് ബ്രോക്കറേജ്, അതായത് നമ്മൾ ട്രേഡ് എടുക്കുന്നതോട് കൂടിയിട്ട് ആ ഒരു ചെറിയ കമ്മീഷൻ പിടിച്ചതിന് ശേഷമാണ് നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ടാവുക. അതുകൊണ്ട് തന്നെ ഗ്രീൻ കത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്നതെല്ലാം, അതായത് ഇപ്പോൾ 0.64 USD ആണെന്ന് വെച്ചോളൂ, ഇത് മുഴുവൻ നമുക്ക് പ്രോഫിറ്റായിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡാവുക. അപ്പോൾ അതുകൊണ്ട് ഫോറക്സിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ ഫോറക്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഞങ്ങളുമായി ബന്ധപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി, മറ്റ് ഇൻഡെക്സുകളും സ്റ്റോക്കുകളും എല്ലാം തന്നെ ഒരു ഡൗൺ. ഇതിനൊരു ക്രാഷ് എന്ന് പറയാൻ കഴിയില്ല, എന്നാലും ചെറിയ തോതിൽ വീഴ്ച തന്നെയാണ്. കാരണം നിഫ്റ്റി 550 പോയിൻറ്റോളം താഴത്തേക്കാണ് വന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി 1100 പോയിൻറ്റോളം താഴെ വന്നിട്ടുണ്ട്. മറ്റ് സെൻസെക്സ്, ബാങ്ക് എക്സ്, അതേപോലെ മിഡ് ക്യാപ്പ് 320 പോയിൻറ്റോളം താഴത്തേക്കാണ് വന്നിരിക്കുന്നത്. ഏതായിരുന്നാലും ഒരു വൺ സൈഡ് മാർക്കറ്റ് തന്നെയായിരുന്നു. ഏഷ്യൻ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു റെഡിലാണ്. കാരണം പശ്ചിമേഷ്യയിൽ, മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീഷണി നിലനിൽക്കെ ഇപ്പോൾ ഈ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ പോലെയാണ്. മാർക്കറ്റ് എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഒന്ന് ചെറുതായിട്ട് ക്രാഷ് ആവാൻ. യുദ്ധം ഒരു ചെറിയ ഭീഷണി വന്നതും പെട്ടെന്ന് തന്നെ മാർക്കറ്റ് റെഡിലേക്ക് വന്നതും. ഇപ്പോൾ തുടർച്ചയായ 4 ദിവസവും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് ആരെങ്കിലും ശ്രദ്ധിച്ചോ? മാത്രമല്ല ഇവിടെ FIAs ഫുള്ള് സെൽ മോഡിലാണ് ഇപ്പോൾ ഉള്ളത്. മറ്റൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ചൈനീസ് മാർക്കറ്റിലേക്ക് ഈ FIAs കൂടുതലായിട്ടും ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സെബിയുടെ ഈ പുതിയ 7 റൂൾസിൽ ഒരു 3 ഇപ്പോൾ പ്രാബല്യത്തിൽ വരാൻ നിൽക്കുന്നു. ഈ മാസം എന്തായാലും ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ ആ നിയന്ത്രണം, സെബി എടുത്ത തീരുമാനം, അതും നമ്മുടെ വിപണിയെ FIAsക്ക് ഒരു മാറി നിൽക്കാൻ ഘടകമായിട്ടുണ്ട്. അതേപോലെ തന്നെ വേൾഡ് മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റ് താഴത്തേക്ക് വരാൻ കാരണം. അല്ലെങ്കിലും ഇതൊക്കെ ഒരു കാരണങ്ങളായി പറയുക എന്ന് മാത്രം. മാർക്കറ്റ് കഴിഞ്ഞ 4 മാസമായിട്ട് അപ്സൈഡിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ,
ഇത് ഇങ്ങനെ എന്തായാലും ഈ പിസാ ഗോപുരം പോലെ അല്ലെങ്കിൽ കുത്തബ് മിനാർ പോലെ ഇങ്ങനെ പോയാൽ ശരിയാവുമോ? ശരിയാവില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു വീഴ്ച അല്ലെങ്കിൽ ഒരു താഴ്ച വേണം. അപ്പോൾ ഇതൊരു കാരണം കൂടെ ആയി എന്ന് മാത്രം. ഏതായിരുന്നാലും ഇന്ന് ട്രേഡർമാർക്ക് ഓപ്ഷൻ ബയ്യേഴ്സിന് നല്ല സുന്ദരമായ ഒരു സുദിനം തന്നെ ആയിരിക്കും. പരമാവധി പ്രോഫിറ്റ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം മെൻറ്റർമാരുടെ സഹായം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് സുഖസുന്ദരമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ദിവസം തന്നെയാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഈ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ എഗെയിൻസ്റ്റായിട്ട് വരും. ആ സമയത്ത് സാധുക്കൾ ആരെങ്കിലും കുടുങ്ങി എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ അനാലിസിസ് എന്തായി എന്നുള്ളത് പറയാനില്ല, വീഡിയോ ചെയ്തിട്ടില്ല. ഇത് 1 ഡേ ടൈം ഫ്രെയിമിലാണ്. നമുക്ക് ഇങ്ങനെ ഒരു ലൈന്, ഈ ഒരു ചാനൽ പാറ്റേൺ അല്ലെങ്കിൽ പാരൽ ചാനൽ ഇതിനകത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിലാണ്. ഇന്നലെ ചെറുതായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് താഴത്തേക്ക് വന്ന് തല കാണിച്ച് മുകളിലേക്ക് തന്നെ പോയി. ശരിക്കും ഇവിടെ ഇന്ന് യുദ്ധസമാനമായ ഒരു ഭീതി അല്ലെങ്കിൽ ഇത്തരം ചെറിയ മാർക്കറ്റ് താഴാനുള്ള കാരണങ്ങളില്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായിരുന്നെങ്കിൽ മോർണിംഗ് സ്റ്റാർ ആയി മാറി ഇത് മുകളിലേക്ക് പോയേനെ. മാർക്കറ്റ് വീണ്ടും ഉയരങ്ങളിലേക്ക് പോയേനെ. ഏതായിരുന്നാലും താഴത്തേക്കൊന്ന് 1 ഡേ ടൈം ഫ്രെയിമിൽ 1 അവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ നമുക്ക് നോക്കൂ, കറക്റ്റായിട്ട് ഈ ലൈനിനെ ബ്രേക്കൗട്ട് നടത്തി താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതുവരെ വരും? നാളെയും ഡൗൺ തന്നെയാണ്, ഇനി യാതൊരു സംശയമൊന്നുമില്ല. ചെറുതായിട്ടൊരു മുകളിലേക്കൊക്കെ വരാം, അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നീട് അവിടെ നിന്ന് താഴേക്ക് തന്നെയായിരിക്കും. ഇപ്പോൾ ഇനി നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സിംഗിളാണ് നമുക്ക് കാണാൻ കഴിയുക. നോക്കൂ, ഇവിടെ ഇത് തന്നെയാണ് നെക്സ്റ്റ് 24,760. അതിന് മുന്നേ ചെറുതായിട്ട് ഇവിടേക്ക് ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് പോകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രം. 24,900 ആ റേഞ്ചിലൊക്കെ. അപ്പോൾ നമുക്ക് നാളെ ഇത് ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവാനാണ് സാധ്യത കൂടുതലും. ഗ്ലോബൽ മാർക്കറ്റ് ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ഗ്യാപ്പ് ഡൗൺ ആവുകയാണെങ്കിൽ ഗ്യാപ്പ് ഡൗണിന് ശേഷം ഒരു ചെറിയ റീടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ചെറിയ ഒരു റീടെസ്റ്റ് ഉണ്ടായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നും എൻട്രി എടുക്കാം. ഗ്യാപ്പ് ഡൗൺ ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞ് ഇതിനെ ഈ ഒരു റെസിസ്റ്റൻസ് ആയിരിക്കും. ഈ റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് എടുത്ത് പോകാം കേട്ടോ. മുകളിലേക്ക് പോവുകയാണെങ്കിൽ മുകളിലേക്ക് എടുത്ത് പോകാം. കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് റെസിസ്റ്റൻസ് ആക്ട് ചെയ്ത് ഇനിയിപ്പോൾ അല്പം മുകളിലേക്ക് പോയാലും തിരിച്ച് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, നമുക്കെടുക്കാം. അതല്ല ഇത് റെസിസ്റ്റൻസ് എടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്തും എടുക്കുക. ഇനി അതല്ല ഗ്യാപ്പ് ഡൗണിന് ശേഷം റെസിസ്റ്റൻസിലേക്ക്, അതായത് റീടെസ്റ്റ് നടത്തുന്നില്ല, നേരെ താഴേക്ക് തന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നോക്കൂ, 25,000 താഴെ, 24,950 താഴെയാണ് എൻട്രി ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 24,950 താഴെ എൻട്രി ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ സപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, അതിനുശേഷം നമുക്ക് താഴത്തേക്ക് വരാം. ഇതുവരെ മാർക്കറ്റ് നാളെ വരാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, നാളെ വെള്ളിയാഴ്ചയാണ്, കൂടുതലും സൈഡ് വേ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു വോളറ്റിലിറ്റി ഉണ്ടാവും. ശ്രദ്ധിച്ച് ട്രേഡ് എടുക്കുക. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. 25,220 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. ഇല്ല ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരികയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ എടുക്കാം. ഇല്ല ഈ റെസിസ്റ്റൻസ് എടുക്കാതെ ഗ്യാപ്പ് ഡൗണിന് ശേഷം കണ്ടിന്യൂ ആയി താഴേക്ക് വരികയാണെങ്കിൽ 24,950 താഴെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ തന്നെയായിരുന്നു. ഇതിന് പിന്നീട് ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് 1 ഡേ ടൈം ഫ്രെയിമിലേക്ക് ആദ്യം മാറ്റി നോക്കൂ. ഈ സിഗ്സാഗായിട്ട് തന്നെ മാർക്കറ്റ് ഇവിടെ ഒരു ബിഗ് മൂവ്മെൻറ്റ് നടത്തി തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതാണ് ഒരു സപ്പോർട്ട്, അതിനുശേഷം ഇതാണ് മറ്റൊരു സപ്പോർട്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ലൈന് വരയ്ക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഏത് വരെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റിയാണ് ഇവിടെ നിന്നൊരു ചെറിയ റെസിസ്റ്റൻസ്
എടുക്കും. ചെറിയൊരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ചെറിയ സപ്പോർട്ട് എടുക്കും, അതിന് ശേഷം തിരിച്ച് വീണ്ടും താഴേക്ക് തന്നെ വരാനാണ് കൂടുതലും സാധ്യത ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ താഴത്തേക്ക് എടുത്തു വരാം. ഇവിടെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതുവരെ നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മതിയാവും. ഏകദേശം 1300 പോയിൻ്റ് ഉണ്ട്. പിന്നെന്താണ്, അല്ല അത് അവിടെ നോക്കുകയാണെങ്കിൽ 1300 നാളെ ഈ ഒരു ലെവലൊക്കെ ആയിരിക്കും. ഇവിടെയാണ് നാളെ ക്യാൻഡിൽ വരിക. അപ്പോൾ എന്നാലും ഒരു 1000 പോയിൻറ്റിൻ്റെ അടുത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. നാളെ ഈ ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു നേരത്തെ നിഫ്റ്റിയിൽ പറഞ്ഞ പോലെ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ നേരെ തിരിച്ച് റീടെസ്റ്റ് നടത്തും. റീടെസ്റ്റ് നടത്തിയിട്ട് 51,710 ടച്ച് ചെയ്തിട്ട് റെസ്പെക്റ്റ് ചെയ്ത് താഴെ വരുന്ന സമയത്ത് ഈ ട്രെൻഡ് ലൈന് കൂടെ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എടുത്താൽ മതി. ഇനി അതല്ല, ഈ റെസിസ്റ്റൻസിനെ റെസ്പെക്റ്റ് ചെയ്യാതെ നേരെ മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഒരു റീടെസ്റ്റിന് ശേഷം, അതായത് മുകളിലേക്ക് ബ്രേക്കൗട്ട് നടത്തി ഒരു റീടെസ്റ്റ് വരുന്നുണ്ടോ നോക്കുക. റീടെസ്റ്റ് വന്നതിന് ശേഷം തിരിച്ച് വരുന്ന സമയത്ത് ഗ്രീൻ കത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മുകളിലേക്ക് എടുത്ത് പോകാം. ഓക്കെ, അപ്പോൾ 51,710 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് എടുത്ത് പോകാം. താഴത്തേക്കാണെങ്കിൽ ഗ്യാപ്പ് ഡൗണിന് ശേഷം റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരികയാണെങ്കിൽ സ്പോട്ടിലെടുക്കാം. അതല്ല, ഗ്യാപ്പ് ഡൗണിന് ശേഷം നേരെ കണ്ടിന്യൂ താഴെ വരികയാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനിന് താഴെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ 49,580 വരെ ഹോൾഡ് ചെയ്യാം. മുകളിലേക്കാണെങ്കിൽ 52,000 മുകളിലേക്കാണെങ്കിൽ കൂടുതൽ പോകാൻ സാധ്യതയില്ല. ഒരു 10-200 പോയിൻറ്റ് 52 ഒരു 152 നോക്കട്ടെ 51,900 ആ റേഞ്ചൊക്കെ ആയിരിക്കും. ഓക്കെ, അതുവരെ പോകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാം. ഇതുപോലെ ചാർട്ടിൽ കറക്റ്റായിട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് കറക്റ്റ് സമയത്ത് നിങ്ങൾ എൻട്രി എടുത്ത് പോകാൻ ശ്രമിക്കുക. സ്റ്റോപ്പ് ലോസ് ഒരു 1:2 ഒക്കെ വെച്ച് 1:2 പ്രോഫിറ്റൊക്കെ വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ 1:3 1:4 ഈ വാർ അറ്റംപ്റ്റിലൊക്കെ ഇതുപോലെ ക്രാഷ് ആവുകയാണെങ്കിൽ 1:4 1:3 വരെയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല പരമാവധി ഇതൊക്കെ അവസരങ്ങളാണ്, വല്ലപ്പോഴും മീനം കിട്ടുന്ന അവസരങ്ങളാണ്. പരമാവധി പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, നാളെയും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ബൈ.